ജനുവരി 5 വിശുദ്ധ ജോൺ ന്യൂമാൻ. ബൊഹേമിയയിൽ ജനിച്ച വിശുദ്ധ ജോൺ ന്യൂമാൻ മികച്ച വിദ്യാഭ്യാസം നേടി. കുട്ടിക്കാലത്തെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാകാൻ ആലോചിച്ചു. എന്നിരുന്നാലും വളരെ വിശ്വാസമുള്ള ഒരു സ്ത്രീയായതിനാൽ തൻ്റെ മകൻ്റെ യഥാർത്ഥ ആഗ്രഹം ഒരു വൈദികനാകണമെന്ന് അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനാൽ സെമിനാരിയിൽ അപേക്ഷിക്കാൻ അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അംഗീകരിക്കപ്പെടുകയും 1831 നവംബർ 1 20-ാമത്തെ വയസ്സിൽ ബഡ്വേയ്സ് രൂപതയ്ക്ക് വേണ്ടി സെമിനാരി പഠനം ആരംഭിക്കുകയും ചെയ്തു. സെമിനാരിയിലായിരിക്കെ അടിപിടി, കപ്പൽ തകർച്ച, കല്ലേറുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, വിശപ്പ് എന്നിവ സഹിച്ച വിശുദ്ധ പൗലോസിൻ്റെ മിഷണറി യാത്രകളിൽ നിന്ന് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. വിശുദ്ധ പൗലോസിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വായിച്ചതിന് ശേഷം മിക്ക ആളുകളും മിഷണറി പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറും. പക്ഷേ പുതുതായി സ്ഥാപിതമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മിഷൻ ടെറിട്ടറിയിൽ വൈദികരുടെ ആവശ്യകതയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അവിടെ സേവിക്കാൻ സമുദ്രം കടന്ന് അവിടെ സേവനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. സെമിനാരി പഠനം പൂർത്തിയാക്കിയ ശേഷം ബിഷപ്പിന് ഗുരുതരമായ അസുഖം വന്നപ്പോൾ ജോണിൻ്റെ പൗരോഹിത്യ സ്ഥാനാരോഹണം ആദ്യം വൈകുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ധാരാളം വൈദികരുണ്ടായിരുന്നതിനാൽ അത് റദ്ദാക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസിനെ അനുകരിക്കാനുള്ള ജോണിൻ്റെ അടയാളമാണ് റദ്ദാക്കൽ. അതിനാൽ അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക് സേവനത്തിനായി അദ്ദേഹത്തെ നിയമിക്കാൻ ഒരു ബിഷപ്പിനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ഉടൻ തന്നെ അമേരിക്കയിലേക്ക് ഒരു കപ്പൽ കയറി. ഒരു സെറ്റ് വസ്ത്രവും $1 അദ്ദേഹം ന്യൂയോർക്കിലെത്തി. അവിടുത്തെ ബിഷപ്പ് അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. മുൻ തലമുറയിലെ യൂറോപ്യൻ കുടിയേറ്റക്കാരനായ ജോൺ ഡുബോയിസ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ 17 ദിവസങ്ങൾക്ക് ശേഷം അഭിഷിക്തനാക്കുകയും ചെയ്തു. ജർമ്മൻ സംസാരിക്കുന്ന വൈദികർ തൻ്റെ ജനത്തെ സേവിക്കണമെന്ന് ബിഷപ്പ് ആഗ്രഹിച്ചിരുന്നു. ന്യൂയോർക്കിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തായിരുന്നു ഫാദർ ന്യൂമാൻ്റെ ആദ്യ നിയമനം. അവിടെ അദ്ദേഹത്തിൻ്റെ ഇടവക 1000 ചതുരശ്ര മൈൽ വ്യാപിച്ചു കിടന്നു. അദ്ദേഹത്തിൻ്റെ ഇടവക്കാരിൽ ഭൂരിഭാഗവും പാവപ്പെട്ട കുടിയേറ്റ കർഷകരായിരുന്നു. വിശുദ്ധ പൗലോസിനെ പോലെ കുർബാനയും പഠിപ്പിക്കലും വീടുകൾ സന്ദർശിച്ചും പള്ളികൾ പണിതുമൊക്കെ അദ്ദേഹം നിരന്തരം യാത്ര ചെയ്തു. ഫാദർ ജോൺ ക്ഷീണിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എളിമയും ഊഷ്മളതയും ചിന്താശേഷിയുമുള്ള വ്യക്തിത്വം പലരിലും മതിപ്പുളവാക്കി. ഒടുവിൽ പ്രൊവിഡൻസ് അദ്ദേഹത്തെ റിഡംപ്റ്ററിസ്റ്റ് ഓർഡറിലേക്ക് നയിച്ചു. അവിടെ അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. പിന്നീട് അമേരിക്കയിലെ ഓർഡറിൻ്റെ 10 ഫൗണ്ടേഷനുകളുടെ ആദ്യത്തെ ജനറൽ സുപ്പീരിയറായി നിയമിക്കപ്പെട്ടു. 5 വർഷത്തിന് ശേഷം ഫിലാഡൽഫിയയിലെ 4-ാമത്തെ ബിഷപ്പായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സഹോദര സ്നേഹത്തിൻ്റെ നാമത്തിൽ അദ്ദേഹം അശ്രാന്ത പരിശ്രമം തുടർന്നു. രൂപത സ്കൂൾ സംവിധാനം സ്ഥാപിക്കുകയും 40 മണിക്കൂർ ഭക്തി പ്രോത്സാഹിപ്പിക്കുകയും നിരവധി സ്കൂളുകളും പള്ളികളും പണിയുകയും ചെയ്തു. ഒരു മേശയുടെ പിന്നിൽ നിന്നല്ല, തൻ്റെ ജനങ്ങളുമായി അടുത്തിടപഴകാനും അവരെ വ്യക്തിപരമായി മേയിക്കാനും അവൻ നിരന്തരം പരിശ്രമിച്ചു. ബിഷപ്പ് ജോൺ ന്യൂമാൻ 1860 49-ാം വയസ്സിൽ മരിക്കുന്നതുവരെ ഫിലാഡൽഫിയയിൽ തുടർന്നു. 1977 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ ബിഷപ്പായി.